കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. വേദനിക്കുന്നവർക്കെന്നും ആത്മധൈര്യത്തിനഭിഷേകം, വചനത്തിനഭിഷേകം, ആത്മസൗഖ്യത്തിനഭിഷേകം. വരുവിൻ നിങ്ങൾ യേശുവിൻ സന്നിധേ, അവനേകും സാന്ത്വനം. കൃപയുടെ വാസസ്ഥലം കൃപാസനം, കൃപയുടെ വാസസ്ഥലം കൃപാസനം. ഭാരത്താലേ തളരുന്ന സോദരേ, സഹനത്തിരമാലയിൽ പതറാതെ മുന്നേറിടാ. അഭിഷേകം സാന്ത്വനാഭിഷേകം, യേശുവേകിടും അഭിഷേകം സാന്ത്വനാഭിഷേകം. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. നമ്മുടെ എല്ലാവരുടെയും കുടുംബങ്ങളിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശക്തിയായി സൗഖ്യമായി സാന്ത്വനമായി അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധനയിൻ നായകനെ അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനെ അങ്ങേ ഞാൻ ആരാധിക്കും. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ശ്രമത്തിൽ പാടാം. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. യേശുവേ ആരാധന ആരാധന ആരാധന. എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങളിലേക്ക് ശക്തിയായി കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധന ആരാധന ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന ആരാധന. ആദിയും നീയേ അന്തവും നീയേ അങ്ങേ ഞാൻ ആരാധിക്കും.
വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. വഴിയും നീയേ, സത്യവും നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. എൻ്റെ യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. കൈകൾ വീശി പാടാം. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ശക്തിയോട് ചേർന്ന് പാടാം. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോഴ് അൾത്താരയിൽ എഴുന്നേറ്റ് നിൽക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ വന്ന കർത്താവിൻ്റെ ഒരു ചിന്ത, ഈശോ തന്ന ചിന്തയാണെന്ന് ഞാനത് കരുതുകയാണ്. അതായത് നിങ്ങൾ നല്ലവണ്ണം പ്രാർത്ഥിക്കുന്നവരാണ് പലരും ഇതിൽ, മുടങ്ങാതെ കുടുംബപ്രാർത്ഥന നടത്തുന്നവരും കുറേ നല്ല ധ്യാനങ്ങളിലൊക്കെ പങ്കെടുത്ത് അരൂപി പ്രാപിച്ചവർ ഇതിലുണ്ടെന്നാണ് ഒരു സൂചന. വ്യക്തിപരമായിട്ടും പ്രാർത്ഥിക്കുന്നവരും തീർത്ഥാടനങ്ങളിൽ പങ്കെടുക്കുന്നവരുമൊക്കെയാണ്. നിങ്ങളെക്കുറിച്ച് പലർക്കും നല്ല സ്പിരിച്വൽ അസസ്മെൻ്റ് ഉണ്ട്. നിങ്ങളെക്കുറിച്ച് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടെന്നാണ് ഈശോ പറയണത്. നല്ല അസസ്മെൻ്റ് ഉണ്ടെന്ന്. പക്ഷേ വെൻ വി കം ടു ദി കവനൻ്റ് പ്രേയർ, നമ്മൾ ഒരു കവനൻ്റ് പ്രേയറിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഡിസ്പോസിഷൻ വേണ്ടത് നിങ്ങൾ സീറോയിൽ നിന്ന് തുടങ്ങണ പോലെ തുടങ്ങണം. കശ്മി സീറോയിൽ നിന്ന്, ഡിവൈഡ് ഓഫ് യുവർ മെറിറ്റ്സ്. എൻ്റെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഉടമ്പടി ബേസിക്കായിട്ട് നോട്ട് ബൈ മെറിറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ പറയുന്ന നിങ്ങളുടെ സ്പിരിച്വൽ കപ്പാസിറ്റി അതൊരു മെറിറ്റായിട്ട് വരും, യോഗ്യത. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈശോയോട് ഒരു രാജിക്ക് തയ്യാറാകണം. കർത്താവേ, ആസ് യു നോ, നിനക്കറിയാവുന്ന പോലെ എനിക്ക് കുറച്ച് വിശ്വാസമുണ്ട്, ഭക്തിയുണ്ട്, ഞാൻ നീയുമായിട്ട് കുറച്ച് ബന്ധമുണ്ട്, ഞാൻ നിനക്ക് വേണ്ടി ഒത്തിരി ജോലി ചെയ്യുന്നയാളാണ്, നിൻ്റെ പ്രതി നിൻ്റെ ജീവിതത്തെ നിൻ്റെ വചനമനുസരിച്ചൊക്കെ ജീവിക്കാൻ വേണ്ടി എന്നോട് തന്നെ മൽപ്പിടുത്തം നടത്തുന്നയാളാണ്. ദാറ്റ്സ് ഓക്കെ. പക്ഷേ നൗ ഇപ്പോൾ മുതൽ ഞാൻ നീയുമായിട്ട് ഒരു ഉടമ്പടിയിലേക്ക് വരികയാണ്. ഇറ്റ് ഈസ് ജസ്റ്റ് ഡിഫറെൻറ്റ് തിങ്. ഇതൊരു ഡിഫറെൻറ്റ് തിങ്ങാണ്. നമ്മൾ മറ്റ് ഏതെങ്കിലും ഇന്ന് വരെ നമുക്ക് പരിചിതമായ പ്രാർത്ഥനാ രീതികളുമായിട്ട് ഇതിന് എസെൻഷ്യൽ റിലേഷൻസ് ഇല്ല. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള മുൻവിധികളുണ്ടെങ്കിൽ അതിനോട് രാജി പറഞ്ഞിട്ട് നമ്മൾ ഒന്നേന്ന് തുടങ്ങണം. ഒന്നേ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ദിസ് ഈസ് എ ബൈലാറ്ററൽ എഗ്രിമെൻ്റാണ്. നമുക്കറിയാം, ദൈവം എപ്പോഴും കൊതിക്കുന്ന ദൈവത്തിൻ്റെ ഒരു സ്വപ്നമാണ് ഈ കവനൻ്റ് എന്ന് പറയണത്. ഞാനീ പട്ടമൊക്കെ ആഘോഷിക്കുന്ന കാര്യം, പട്ടത്തെ ഞാനൊരു കവനൻ്റായിട്ട് ആദ്യം മുതലേ കണ്ടത് കൊണ്ടാണ്. സഭാവസ്ത്രം വാങ്ങിക്കുന്ന മുമ്പ് ഞാൻ ഈശോയുമായിട്ടൊരു എഗ്രിമെൻ്റ് ചെയ്തായിരുന്നു, 2 എഗ്രിമെൻ്റ് ചെയ്തായിരുന്നു.
ഒന്ന്, മെത്രാനച്ഛൻ എന്നാ പറഞ്ഞാലും മോതിരം കുത്തി പോരുകയുള്ളൂ, അതിനെതിരെ ഒരു വാക്ക് സംസാരിക്കത്തില്ലെന്ന് കവനൻ്റ് പറഞ്ഞായിരുന്നു സഭ. അതാണ് കർത്താവ് എന്നെ ഇത്രയും അനുഗ്രഹിച്ചതിൻ്റെ ഒരു കാരണം. മെത്രാനച്ഛനെ അത് ഞാൻ ഡീക്കനായപ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് എനിക്ക് തന്നൊരു നോട്ടാണ്. അപ്പോസ്റ്റലിന് എന്നാ പറഞ്ഞാലും നീ കേട്ടാൽ മതിയെന്ന്. അപ്പോൾ അപ്പോസ്റ്റൽ എന്നാ പറഞ്ഞാലും ഞാൻ കേൾക്കുക മാത്രമേ ഉള്ളൂ. അത് കാരണം ഭയങ്കര ദുരിതം പിടിച്ച ഇടവകയിലൊക്കെ എന്നോട് പോകാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ എനിക്ക് വെച്ച് തട്ടും കിട്ടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും ഞാനൊരു അക്ഷരം പോകാൻ പറ്റത്തില്ലെന്ന്, അത് ബുദ്ധിമുട്ടാണെന്ന് പറയത്തില്ല. ഇറ്റ്സ് എ കവനൻറ്റ്. നമ്മുടെ റിലേഷൻ ദൈവമായിട്ടുള്ളത് ഒരു ഉടമ്പടിയാണ്. നമ്മൾ പഴയ നിയമങ്ങൾക്ക് ഉള്ള വാഗ്ദാനം എന്താണ്? അതായത് പഴയ നിയമങ്ങളിലെല്ലാം ദൈവം ഒരു സമൂഹത്തെ വീണ്ടെടുക്കാൻ വേണ്ടി വ്യക്തികളുമായിട്ടാണ് ഉടമ്പടി ചെയ്യണത്. ക്ലിയർ അല്ലേ? ഒരു സമൂഹത്തെ വീണ്ടെടുക്കാൻ വേണ്ടി വ്യക്തികളുമായിട്ട് ഉടമ്പടി ചെയ്യാം. അപ്പോൾ ഒരു വീണ്ടെടുപ്പ് വിഷയം വരുമ്പോൾ വില്ലനായിട്ട് വരുന്ന 2 കണ്ടൻറ്റുകളുണ്ട്. ഒന്ന് സ്പേസും രണ്ടാമത്തെ ടൈമുമാണ്. വീണ്ടെടുപ്പ് വരുമ്പോൾ, ഒരു സമൂഹത്തിൻ്റെ വീണ്ടെടുപ്പ് വരുമ്പോൾ വില്ലനായിട്ട് വരുന്ന 2 കണ്ടൻറ്റ്. ഇപ്പോൾ നിങ്ങളുടെ തന്നെ പ്രശ്നം, നിങ്ങളുടെ തന്നെ വീണ്ടെടുപ്പ്, നിങ്ങളുടെ ജോലി, നിങ്ങളുടെ പാകോടമ്പടി, നിങ്ങളുടെ ജപ്തി നടപടി, നിങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ നിങ്ങളുടെ ബന്ധപ്പെട്ടുള്ള എല്ലാ സർവീസ് പ്രോബ്ലംസ്, ഒരു വ്യക്തിയുടെ വീണ്ടെടുപ്പുമായിട്ട് വരുന്ന ഒരു ദൈവം ആ ഉദ്യമത്തിലേക്ക് ഇൻവോൾവ് ആകുമ്പോൾ ദൈവത്തിന് കൺഫ്രണ്ട് ചെയ്യേണ്ട 2 എൻറ്റിറ്റീസ് ഉണ്ട്. ഒന്ന് പ്ലേസും ഒന്ന് ടൈമുമാണ്. ഇതിനെ അഡ്രസ്സ് ചെയ്യാതെ ഒരു മനുഷ്യനെ വീണ്ടെടുക്കാൻ പാടായിരിക്കും. പഴയ നിയമത്തിലൊക്കെ ദൈവം കൂടുതൽ അഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത് സ്ഥലമാണ്. സ്ഥലത്തെ ദൈവം വിശുദ്ധീകരിക്കും, അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെട്ട സ്ഥലം ദൈവം അവർക്ക് കൊടുക്കും. നിൽക്കുന്ന സ്ഥലത്തെ വിശുദ്ധീകരിക്കുക, അല്ലെങ്കിൽ വിശുദ്ധീകരിക്കപ്പെട്ട സ്ഥലം കൊടുക്കുക. ഇത് രണ്ടും ഒരു നാണയത്തിൻ്റെ 2 വശങ്ങളാണ്. എന്ന് വെച്ചാൽ എന്തിനാണ് നിങ്ങൾ വിശുദ്ധീകരിക്കുന്നത്? എന്തിനാണ് നീ ഇപ്പം തന്നെ മോസസിനോട് പറഞ്ഞു നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ് എന്ന് പറഞ്ഞു. പക്ഷേ അതേസമയം തന്നെ എബ്രാഹത്തിനോട് പറഞ്ഞു നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമല്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് നീ പോരാൻ പറഞ്ഞു. സ്ഥലം ക്ലിയർ അല്ലേ? മോസസിനോട് പറഞ്ഞു നീ നിൽക്കുന്ന സ്ഥലം നീ നല്ല സ്ഥലത്താണ് വന്ന് എത്തിയിരിക്കണത്. അവർ ഇടിയുണ്ടാക്കി പോകുന്നതാണല്ലോ. ചില സമയത്ത് നമ്മൾ ഇടിയുണ്ടാക്കി കഴിയുമ്പോൾ ദൈവം തന്നെ ഇടിയുണ്ടാക്കാൻ സാഹചര്യം ഉണ്ടാക്കിയിട്ട് നമ്മൾ നല്ല സ്ഥലത്തേക്ക് വിടും. അപ്പോൾ ഒരു വഴക്കുണ്ടായെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നല്ല സ്ഥലത്ത് ഇപ്പോൾ ചേട്ടാനിയമായിട്ടൊരു കൊളീഷൻ ഉണ്ടായി, അതിൻ്റെ പേരിൽ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. നാത്തുമായിട്ടൊരു പോരുണ്ടായി, നിങ്ങൾ വിഷമിക്കേണ്ട. അപ്പോൾ ചിലപ്പോൾ അമ്മായിയും മരുമോളും തമ്മിൽ ഗുസ്തി ഉണ്ടായി, വിഷമിക്കേണ്ട. പക്ഷേ ആ ഒരു ഗുസ്തിയിലൂടെ ചിലപ്പോൾ ദൈവം നിങ്ങളെ നല്ല സ്ഥലത്തേക്ക്, വിശുദ്ധമായ സ്ഥലത്തേക്ക്, നിനക്ക് വളർന്ന് തഴച്ച് വളരാൻ പറ്റിയ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിരിക്കും. ഇറ്റ്സ് എ ഷിഫ്റ്റിംഗ് ടൈം. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണത്, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പറ്റി അയ്യോ അങ്ങനെ ഉണ്ടായില്ല, അമ്മയോട് അങ്ങനെ പറഞ്ഞില്ല, ചേട്ടനോട് അങ്ങനെ പറഞ്ഞില്ല, നാട്ടുകാരുടെ മുമ്പിൽ ഇങ്ങനെ ലഭ്യനായില്ല, ഇങ്ങനെ ഒന്നും പഴയ കാര്യങ്ങളെ ഓർത്ത് ഒന്നും സങ്കടപ്പെടേണ്ട ഒരു കഥയുമില്ല. കർത്താവ് എന്തോ തീരുമാനിച്ചിട്ടാണ് എന്നെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് എങ്ങനെയും നമ്മളെ ഗൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ മോസസ് ഒരു ഇടി ഉണ്ടാക്കിയിട്ട് അവിടെ വന്നിരിക്കുന്നത്. ആരുമായിട്ട് ഇടി ഉണ്ടാക്കിയത്? ഒരു ഈജിപ്ഷ്യനുമായിട്ട് ഇടി ഉണ്ടാക്കി അല്ലേ? പുറപ്പാട് 2:11-12. പുറപ്പാട് 2:11-12. പ്രായപൂർത്തിയായതിനു ശേഷം മോശ ഒരിക്കൽ തന്റെ സഹോദരനെ സന്ദർശിക്കാൻ പോയി. അവൻ അവരുടെ കഠിനാധ്വാനം നേരിൽ കണ്ടു. തത്സമയം സ്വജനത്തിൽപ്പെട്ട ഒരു ഹെബ്രായനെ ഒരു ഈജിപ്തുകാരൻ പ്രഹരിക്കുന്നത് കണ്ടു. അടിയുണ്ടായി. ഈജിപ്തുകാരൻ ഒരു യഹൂദിനെ അടിക്കണത് കണ്ട് മോസസ് നേരിട്ട് കണ്ട്. അവൻ ചുറ്റും നോക്കി. മോസസിന്റെ രക്തം തിളച്ച് എന്താ സംഭവിച്ചിരിക്കുന്നത്? അവൻ ചുറ്റും നോക്കി. ആരുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവ് ചെയ്തു. ഇതോടുകൂടി പ്രശ്നമായിപ്പോയി. ഒരു പ്രശ്നം, ഒരു വ്യക്തി ഒരു അവിശുദ്ധമായ സ്ഥലത്ത് നിന്ന് ഷിഫ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിങ് നോക്കണം.
നിങ്ങളുടെ വീട്ടിലൊരു കലഹം ഉണ്ടായി എന്ന് വിചാരിച്ചുകൊണ്ട് ആ സ്ഥലം ചിലപ്പോൾ ദൈവം വിശുദ്ധീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഇവിടെ പുറത്തിട്ട് സമാധാനം ഇല്ല എന്ന് പറഞ്ഞാൽ പരാകുകയല്ല വേണ്ടത്. കർത്താവ് ഇതിനേക്കാൾ എന്തോ നല്ലത് എനിക്ക് തരാൻ പോകുന്നു. ചില സൂചന അത്രയേ ഉള്ളൂ. നമ്മളെല്ലാവരും മാറി താമസിച്ചിരിക്കണം. എല്ലാം ഈ ഒരു അവസ്ഥയിലാണ്. എല്ലാവരും നല്ല മനസ്സോടുകൂടിയൊന്നും ഒരിക്കലും ആരും മാറി താമസിച്ച് ഞാൻ കണ്ടിട്ടില്ല. ഞാനാണ് ഈ ഇടയ്ക്ക് 10,700 വീടുകൾ ഞാൻ പാല് കാച്ചിട്ടുണ്ട്. ഒക്കെ പാല് കാച്ചാൻ വേണ്ടി ചെല്ലുമ്പോൾ പല ആൾക്കാരും അവിടെ കാണാനില്ല. എന്താണ്, മരുമകളും അവളുടെ അമ്മയും ഉണ്ടാവും. അപ്പോൾ ഞാൻ ചോദിച്ചു, ചെറുക്കൻ്റെ അമ്മ എന്തി, ഭർത്താവിൻ്റെ അമ്മ എന്തി? അമ്മയെ വിളിച്ച് വന്നില്ലെന്ന് പറയും. ഞാൻ പറയും വിളിച്ചുകൊണ്ട് വരാൻ പറയും. ഞാൻ ഇവിടെ അവർ വന്നിട്ട് മാത്രമേ ഞാനിത് പാല് കാച്ചുള്ളൂ എന്ന് പറയും. കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഡ്യൂട്ടിയാണത്. അപ്പോൾ ഇങ്ങനെ ഓരോ വിഷയം വരുമ്പോൾ ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടാകും. പക്ഷേ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അവരെന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, ഇവരെന്നോട് ഇങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ദൈവം എന്തോ ഉദ്ദേശിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ സൈലൻ്റ് ആകണം. മനസ്സിലായില്ലേ? വിഷയത്തിൽ എപ്പോഴും എന്താ ചെയ്യണം? സൈലൻ്റ് ആകണം. ബൈബിളിൻ്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇളകി മറിയുന്ന ആൾക്കാരായി മാറരുത്. ഇപ്പോൾ അവരങ്ങനെ എന്നോട് അങ്ങനെ ചെയ്തില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ, ഞാനിപ്പോൾ അങ്ങനെ സംസാരിക്കാൻ പാടില്ലായിരുന്നു, ഞാൻ അത്തരം സംസാരിച്ചത് ഭാഗട ഇനി ഏത് കാലത്ത് ക്ഷമ പറഞ്ഞ് അവർ ഏക്കുക. ഇങ്ങനെ നമ്മൾ തന്നെ ഇളകി മറിയും. നമ്മളിതിന് മറ്റുള്ളവരെയും കൂടി ചിന്തിക്കുമ്പോൾ നമ്മളിങ്ങനെ കുഴഞ്ഞു മറിയും. കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണമെന്ന് ബൈബിൾ ആഗ്രഹിക്കുന്നുണ്ട്. കുഴഞ്ഞ ചേറ്റിൽ നിന്ന്. ഇപ്പോൾ നമ്മുടെ ഈ മനസ്സിലിങ്ങനെ ഇളക്കമില്ലേ എപ്പോഴും? എന്തെങ്കിലും സംഭവിച്ചു കഴിയുമ്പോൾ നിരാശ, സങ്കടം, അയ്യോ അങ്ങനെ സംഭവിച്ചല്ല, അമ്മയോട് അങ്ങനെ പറയേണ്ടി വന്നല്ല, എനിക്കങ്ങനെ ചെയ്യേണ്ടി വന്നല്ല, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒരു ഇളക്കം വരത്തില്ലേ? നമ്മുടെ മനസ്സിൽ തന്നെ ഒരു കുഴഞ്ഞ മനസ്സിലായിരിക്കും. നമുക്ക് ഉറക്കവുമില്ല, സ്വസ്ഥതയില്ല. അപ്പോൾ ഒരു ബൈബിൾ ഇതിനെ കുഴഞ്ഞ ചേറെന്നാണ് പറയണത്. കുഴഞ്ഞ ചേറിൽ നിന്ന് ബൈബിൾ ഷിഫ്റ്റ് ചെയ്യണം. എങ്ങോട്ടാണെന്ന് അറിയാമോ? പാറപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. അതാണ് ബൈബിളിൻ്റെ രീതി. കുഴഞ്ഞ ചേറായിരിക്കും. കുഴഞ്ഞ ചേറാണ് നിൻ്റെ മനസ്സിങ്ങനെ ഇതുപോലെ തെറ്റിനെ ഓർത്തിങ്ങനെ കുഴഞ്ഞു മറിഞ്ഞിരിക്കുകയാണ്. നിരാശയും സങ്കടവും കുറ്റബോധവും എല്ലാമായിട്ട്, ചിലപ്പോൾ വൈരാഗ്യവും, ചിലപ്പോൾ പകയും പ്രതികാരവും. അപ്പോൾ ഇതിന് ബൈബിൾ വിളിക്കണ പേര് കുഴഞ്ഞ ചേറെന്നാണ് വിളിക്കണത്. ഇന്ന് ഈ കുഴഞ്ഞ ചേറ്റ് വെച്ച് ദൈവം ഒന്നും ചെയ്യത്തില്ല. ക്ലിയറാണ്. കുഴഞ്ഞ ചേറ്റിൽ ദൈവം എന്ത് ചെയ്യുന്നത്? ദൈവം പറയുന്നത് ഷിഫ്റ്റ് ചെയ്യാൻ നോക്കും. ദൈവം എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും? പാറപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യും. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ദൈവരൂ ദിവ്യ കാരുണ്യമേ, നീ വരൂ ദൈവം കാരുണ്യമേ, നീ വരൂ ദിവ്യ കാരുണ്യമേ, നീ വരൂ ദൈവം കാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. ദൈവരൂ ദിവ്യ കാരുണ്യമേ, ദൈവരൂ ദൈവ കാരുണ്യമേ. ശ്രമിച്ച് ചെയ്ത് പാടാം. ദൈവരൂ ദിവ്യ കാരുണ്യമേ, ദൈവരൂ ദൈവ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എഴുന്നേൽക്കുക. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. എൻ്റെ മക്കളെ, 10,000 സൗഖ്യം പ്രാപിച്ച ഒരിടമാണ്. 10,000 ആരാധന നടന്ന മാതാ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ലോകത്തിലെ എല്ലാ ദിവസവും സാക്ഷ്യം കേൾക്കുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ ദൈവം എത്തിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണുനീരിന് ഇവിടെ അറുതിയുണ്ടാകും. അതിന് താമസം വരത്തില്ല. എൻ്റെ മക്കൾ അച്ഛൻ്റെ വചനങ്ങൾ കേട്ടിട്ട്
അതനുസരിച്ച് ഒന്ന് ജീവിതം ഒന്ന് പുനഃക്രമീകരിച്ചാൽ മതി. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി ഒന്നും പറഞ്ഞിട്ടില്ല. എന്നോട് പറഞ്ഞതും പ്രാർത്ഥിച്ചപ്പോൾ ദൈവം ചൂണ്ടിക്കാണിച്ചു തന്നതും ദൈവത്തിൻ്റെ വഴികളാണ് നിങ്ങൾ കേട്ടത്. അതുകൊണ്ട് തന്നെ ഈ വചനം കേട്ടുകഴിയുമ്പോൾ ആണ് കർത്താവ് എപ്പോഴും രോഗശാന്തി നടത്തുന്നത്. കർത്താവ് ജീവിച്ചിരുന്ന ശരീരത്തിലുണ്ടായിരുന്ന കാലത്ത് എപ്പോഴെല്ലാം വചനം പ്രഘോഷിച്ചു കഴിഞ്ഞ് കർത്താവ് രോഗശാന്തി നടത്തുമായിരുന്നു. അപ്പോൾ അത് ദൈവത്തിൻ്റെ വചനം കേട്ട് വിശ്വാസം നിറഞ്ഞ ഒരു ജനങ്ങളിലാണ് കർത്താവ് സൗഖ്യം നൽകുന്നത്. എൻ്റെ മക്കൾ രോഗമുള്ളിടത്തെല്ലാം കൈകൾ വെക്കുക. ഓൺലൈനിലുള്ളവർ അങ്ങനെ തന്നെ ചെയ്യുക. രോഗമുള്ളിടത്ത് കൈകൾ വെക്കുക. ചില രോഗങ്ങൾ സൗഖ്യപ്പെടുന്നതിനേക്കാളുപരി അത് അതിജീവിക്കാനുള്ള കരുത്തിന് വേണ്ടി അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാ രോഗികളും, ഉള്ളംകാലം ഒരു ഉച്ചവരെയുള്ള രോഗികൾ, ശ്വാസകോശ രോഗികൾ, ശ്വാസം മുട്ട രോഗികൾ, ആർബുദ രോഗികൾ, അസ്ഥി രോഗികൾ, പിസിഒഡി രോഗികൾ, പിസ്റ്റുല രോഗികൾ, കിഡ്നി രോഗികൾ, സ്പോണ്ടിലോസ് രോഗികൾ, തൈറോയ്ഡ് രോഗികൾ, ടോൺസൈറ്റ് രോഗികൾ, ശിരസ്സിൽ ഹാമറേജ് ഉണ്ടായിട്ടുള്ളവർ, മെനിഞ്ചിറ്റിസ് ഉണ്ടായിട്ടുള്ളവർ, കോവിഡിൻ്റെ പ്രത്യാഘാതങ്ങൾ അനുഭവിക്കുന്നവർ, വാതരോഗികൾ, ഗർഭാശയ രോഗികൾ, മൂത്രാശയ രോഗികൾ, കുടലിൽ പഴുപ്പുള്ളവർ, നടുവിലിന് വേദനയുള്ളവർ, ബ്രസ്റ്റിന് മുഴയുള്ളവർ, ശരീരത്തിന് മുഴയുള്ളവർ, എല്ലായിടത്തും കൈകൾ വെച്ചുകൊണ്ട് ശ്രുതികട്ടെ കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്ന കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം പ്രാർത്ഥിക്കുന്ന കർത്താവേ, 36 വർഷം അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസനത്താൽ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മാധ്യസ്ഥത്താൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിലെ മാരക രോഗങ്ങൾ, തീരാവേത്തികൾ യേശു നാമത്തിൽ പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ സദയം തുടേണേ സുഖമായിടും എൻ്റെ ഉള്ളം അരികിൽ വരേണേ സദയം തുടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും സമാപനാശീർവാദം മുമ്പ് എന്തെങ്കിലും വിഷയങ്ങൾ സ്വകാര്യമായി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കാനുണ്ടെങ്കിൽ ആശീർവാദം മുമ്പുള്ള 5 മിനിറ്റ് തരും. മൗനമായി ഒരു നിമിഷം ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങൾ ഒരിക്കൽ കൂടി ദിവ്യാരൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നും എന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമ